അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ചാനലിലെ പുതിയ പരിപാടിയായ പാട്ടിലൂടെ അതിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ് നമ്മൾ നമ്മുടെ പ്രേക്ഷകരിലേക്ക് സമർപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ നമ്മുടെ പാട്ടിലൂടെയിൽ ചർച്ച ചെയ്യുന്നത് ട്രഡീഷണൽ മാപ്പിളപ്പാട്ട് എന്താണ്, അതുപോലെ സാദാ മാപ്പിളപ്പാട്ട് എന്താണ്, ശരിക്കും മാപ്പിളപ്പാട്ട് അത്രയൊന്നും ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഒരു മെയിൻ പ്രശ്നമാണ് എന്ത്, മത്സരത്തിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ കുറേ കുട്ടികൾ നല്ല പാട്ട് പാടും, നല്ല രസമുണ്ടാവും. പക്ഷേ വേറൊരു കുട്ടി പോയിട്ട് അവൻ്റെക്കാട്ടിലും കുറച്ച് താഴായിരിക്കും പാടുക. പക്ഷേ ഓൻ യഥാർത്ഥത്തിൽ ആ പാട്ടിൻ്റെ നിയമവുമായിട്ട് ബന്ധപ്പെട്ട കറക്റ്റ് അടിസ്ഥാനപരമായിട്ടായിരിക്കും പാടിയിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ആശയക്കുഴപ്പത്തിലാവും, എന്ത് എങ്ങനെ പോന് കൊടുക്കുക, കാരണം അടിസ്ഥാനം തെറ്റാണല്ലോ. അപ്പോൾ ലാസ്റ്റ് എങ്ങനെയാണ് നമ്മളിപ്പോൾ ഒരു കലോത്സവത്തിലോ അല്ലെങ്കിൽ ഒരു സാഹിത്യോത്സവത്തിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കേരളോത്സവം എന്ത് മത്സരമായിക്കോട്ടെ, ഈ മത്സരത്തിൽ എങ്ങനെയാണ് നമ്മൾ ഈ മാപ്പിളപ്പാട്ട് മത്സരിക്കേണ്ടത്? ഇനി വേറെ എൻ്റെ ഒരു ചോദ്യം, രണ്ടാം ചോദ്യം ഞാൻ കുറച്ച് കണ്ട് പറയാം, എന്നാലും പ്രേക്ഷകർക്ക് ഒരു ആമുഖം എന്നോണം പറയാണ്. നമ്മൾ ശരിക്കും ഇപ്പോൾ നമ്മൾ ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞ ഒളിവർ ബിലാൽ, അതുപോലെ ആറ്റൽ നബിയുടെ മകൾ ഫാത്തിമ, കരയാനും പറയാനും, അതുപോലെ ഒരുപാട് പാട്ടുകൾ. പക്ഷേ അത് ശരിക്കും മാപ്പിളപ്പാട്ട് തന്നെയാണോ അല്ലെങ്കിൽ അത് വേറെന്തോ ഒരു പാട്ടാണോ? ചില ആളുകൾ പറയും മാപ്പിളപ്പാട്ട് എന്ന് പറഞ്ഞാൽ ഈ തനത് പാട്ട് മാത്രമാണ്, അങ്ങനെയൊക്കെ ഒരു കുറേ സംശയങ്ങൾ. ആദ്യമായിട്ട് ഞാൻ ചോദിക്കുന്നത്, എന്താണ് ഈ ട്രഡീഷണൽ മാപ്പിളപ്പാട്ട്? അത് മത്സരത്തിൽ നമ്മൾ പരിഗണിക്കേണ്ട പാട്ട് ഏതാണ് എന്നൊക്കെയാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് ഈ മാപ്പിളപ്പാട്ടുകൾ എന്ന് പറഞ്ഞാൽ തന്നെ ശരിക്ക് സമൂഹത്തിൻ്റെ ഏതൊരു വിഷയങ്ങളിലും എല്ലാ വിഷയങ്ങളിലും ഇടപെട്ടിട്ടുള്ള, അതൊക്കെ രചനയായിട്ട് വന്നിട്ടുള്ള, പാട്ടായിട്ട് വന്നിട്ടുള്ള ഒരു ഗാനശാഖയാണ്, സംഗീത ശാഖയാണ് മാപ്പിളപ്പാട്ട്. ഈ മാപ്പിളപ്പാട്ടിൽ ഒരുപാട് വ്യത്യസ്ത തലങ്ങളുണ്ട്. നമുക്കറിയാം, ഭക്തിഗാനങ്ങൾ, മദ്ഹ് ഗാനങ്ങൾ, ചരിത്ര ഗാനങ്ങൾ, ഇതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ ട്രഡീഷണൽ മാപ്പിളപ്പാട്ടുകൾ, സങ്കരഭാഷകളാൽ എഴുതപ്പെട്ടിട്ടുള്ള, കൃത്യ നിയമങ്ങൾ പാലിച്ച് എഴുതപ്പെട്ടിട്ടുള്ള മാപ്പിളപ്പാട്ടുകൾ, അതാണ് ട്രഡീഷണൽ മാപ്പിളപ്പാട്ടുകൾ. അപ്പോൾ അങ്ങനെ വ്യത്യസ്ത തലങ്ങൾ മാപ്പിളപ്പാട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഈ മത്സരത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുക, ഇപ്പോൾ ഒരു മാപ്പിളപ്പാട്ട് മത്സരം എന്ന് നോർമൽ പറയുമ്പം ഇതിനെപ്പറ്റി പരിചയമുള്ള കുട്ടികൾ എന്ത് ചെയ്യും? ഇപ്പോൾ സ്വാഭാവികമായിട്ട് ബദർ പടപ്പാട്ട്, അതുപോലെ ഉഹുദ് പടപ്പാട്ട്, അത്തരത്തിലുള്ള പാട്ടുകൾ. ഇപ്പോൾ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ട് ഇപ്പോൾ പാട്ടിൻ്റെ മത്സരം എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ബദർ പടപ്പാട്ടൊക്കെ ആയിരിക്കും ഉണ്ടാവുക. സ്വാഭാവികമായിട്ട് ഈ ഒരു സാധനമാണ് ഫസ്റ്റ് വരാൻ തുടങ്ങിയത്. അതെ, ബദർ പടപ്പാട്ടിൽ അഹദത്തിലെ അലീഫിലും അതുപോലെ ബദറുദ യാസീനൻ അങ്ങനെയൊക്കെയുള്ള പാട്ടുകളാണ് ഒരു കാലത്ത് ഈ കലോത്സവങ്ങളിലും മത്സര രംഗത്തൊക്കെ വന്നിട്ടുള്ള മാപ്പിളപ്പാട്ടുകൾ. അപ്പോൾ മോയിൻകുട്ടി വൈദ്യർ തന്നെയാണല്ലോ മാപ്പിളപ്പാട്ടിൻ്റെ എക്കാലത്തെയും മഹാകവി, അത് 100% ഉറപ്പാണ്. അപ്പോൾ അദ്ദേഹം രചനയിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടില്ല, അല്ലെങ്കിൽ അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ള ആ വഴികൾ പിന്തുടർന്ന് പോകുന്ന പുതിയ രചയിതാക്കളും എല്ലാം ഉണ്ട്. ഞാൻ എടുക്കുന്ന ഇടപെടാം. ഓക്കെ, ശരിക്കും ഈ മോയിൻകുട്ടി വൈദ്യർ ഉണ്ടാക്കിയൊരു സംസ്കാരമാണോ ഈ ഒരു മാപ്പിളപ്പാട്ട് ഇന്ന് നമ്മൾ കാണുന്ന ചിട്ടപ്പെടുത്തിയ മാപ്പിളപ്പാട്ടുകൾ? അതെ, അതുമായിട്ട് ബന്ധമുള്ള ഭാഷകളാണ്. ശരിക്കും അവരുണ്ടാക്കിയ ആ ഒരു സിസ്റ്റമാണോ ഇപ്പം മാപ്പിളപ്പാട്ടിൻ്റെ നിയമമായിട്ട് വരുന്നത്? അതായത് ട്രഡീഷണൽ മാപ്പിളപ്പാട്ടുകളിൽ പുതിയ പാട്ടുകളൊക്കെ വരുമ്പോൾ ആ ഒരു നിയമങ്ങൾ അത് ആ ഈശലിൽ അടങ്ങിയിട്ടുള്ള പാട്ടുകളാവണം, ആ ഘടനയിൽ അടങ്ങിയ പാട്ടുകളാവണം എന്നുള്ളത് തന്നെയാണ് നിർബന്ധം. ആ ഒരു പാട്ടുകൾക്ക് മാത്രമേ എന്ത് ചെയ്യും, ഈ മത്സരങ്ങളിൽ, കലോത്സവങ്ങളായാലും മറ്റേത് മാപ്പിളപ്പാട്ട് മത്സരം, അതെന്തുകൊണ്ടാണെന്നറിയോ? അതായത് മോയിൻകുട്ടി വൈദ്യർ തുടങ്ങി വെച്ചിട്ടുള്ള ഒരു സംഭവം അത് എക്കാലത്തും നിലനിർത്തപ്പെടണം, ആ ഒരു സാധനം പുതിയ തലമുറക്ക് കൈമാറപ്പെടണം എന്ന് വിചാരിച്ചിട്ടാണ്. അല്ലാതെ മറ്റുള്ളതൊന്നും മാപ്പിളപ്പാട്ടല്ല എന്നുള്ളത് അർത്ഥമല്ല. അല്ല, നമ്മൾ ഇത് പറയുമ്പോൾ മോയിൻകുട്ടി വൈദ്യരെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ചെറിയൊരു ആമുഖം ഞാൻ പറയാം. 40-something വയസ്സേ ഉള്ളൂ അല്ലേ? ഈ വയസ്സിൽ 19 വയസ്സിൽ 16 വയസ്സിലെത്താൻ ചെറിയ പ്രായത്തിൽ തന്നെ, ചെറിയ പ്രായത്തിലാണ് ഇവർ എഴുതി തുടങ്ങി. കുറച്ച് പ്രായം ശരിക്കും നമ്മളൊക്കെ എന്താ പറയുക, 40 വയസ്സ് കഴിഞ്ഞാലാണ് നമ്മളൊക്കെ ശരിക്കും ഒരു അനുഭവത്തിൻ്റെ പ്രായം എന്നൊക്കെ പറയുക. അതിൻ്റെ ശേഷം എല്ലാവരും ഒരു രംഗത്തേക്ക് വരിക. പക്ഷേ അസമയമാകുമ്പോൾ ഇത്രയും ഇപ്പം അടുത്ത് ഞാൻ ഒരാളായിട്ട് ചർച്ച ചെയ്ത സമയത്ത് മനസ്സിലാച്ചാൽ മോയിൻകുട്ടി വൈദ്യരെ പാട്ട് ഇനിയും ഒരുപാടെണ്ണം നമ്മൾ കാണാത്തുണ്ട്. നമ്മളിപ്പോൾ കേട്ട ഇനി ഏത് മത്സരത്തിന് പോയാലും പാട്ടൊക്കെ മോയിൻകുട്ടി വൈദ്യരായിരിക്കും. പക്ഷേ ഇനിയും 100 കണക്കിന് പാട്ടുകൾ പുറത്തിറങ്ങാത്തുണ്ട്. അപ്പോൾ അങ്ങനത്തെ മോയിൻകുട്ടി വൈദ്യരെ കുറിച്ച് നമുക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് ഒരിക്കലും ഡീപ്പായിട്ട് ചർച്ച ചെയ്യാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ വിഷയത്തിലേക്ക് വരികയാണ്. അപ്പോൾ മാപ്പിളപ്പാട്ട് മത്സരത്തിൽ നമ്മൾ എപ്പോഴും ആ ഒരു തനത് രീതിയിലുള്ള, അതായത് കമ്പി, കഴുത്ത്, വാൽക്കമ്പി, അങ്ങനെയുള്ള ഓരോരോ നിയമങ്ങളുണ്ട് പാട്ടിൻ്റെ രചനയ്ക്ക്.
അപ്പോൾ ഒരു ഇശലിൽ ആയിരിക്കുക അത് എഴുതേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള, അതുപോലെ സങ്കര ഭാഷ, അറബി, മലയാളം, തമിഴ് ഇതൊക്കെ ചേർന്നുള്ള സങ്കര ഭാഷ. അപ്പോൾ അതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ആ ഒരു പൂർണ്ണതയിലെത്തുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു ട്രഡീഷണൽ മാപ്പിളപ്പാട്ടായി മാറുന്നത്. അപ്പോൾ നമ്മൾ ഒരു മത്സരാർത്ഥി പോവുകയാണ്. ആ സമയത്ത് നമ്മൾ ഇപ്പോൾ ഒരു നോർമലായിട്ട് ഇപ്പോൾ ഒരാൾക്ക് നിങ്ങൾ പറഞ്ഞ കുറേ വിഷയങ്ങൾ, കമ്പി കഴുത്തു എന്നൊക്കെ പറയുമ്പോൾ ആൾക്കും കറക്റ്റ് അത് നമുക്ക് വേണമെങ്കിൽ പിന്നീട് ചർച്ച ചെയ്യാം എന്താണെന്നുള്ളത്. പക്ഷേ ബേസായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക, ഒരു കുട്ടി മത്സരത്തിന് പോകുമ്പോൾ നമ്മൾ അങ്ങനത്തെ പാട്ടുകളാണെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണമെങ്കിൽ ഇത്തരത്തിലുള്ള എന്താ പറയുക, നമ്മളെ യാസർഖാനൊക്കെ പോലത്തെ ഈ ഗവേഷകരെടുത്ത് പോയിട്ട് ജസ്റ്റ് എന്ത് ചെയ്യണം, ഒന്ന് കാണിച്ചിരിക്കണം, നിർബന്ധമാണ്. എനിക്ക് ഭയങ്കര വിഷമമെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നിങ്ങൾ നേരത്തെ നമ്മൾ ഇതിൻ്റെ മുമ്പ് ചർച്ച ചെയ്ത സമയത്ത് പറുദീസയിലും ഇല്ല എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. എവിടെ സാഹിത്യോത്സവം പോയാലും നല്ല പാടുന്ന കുട്ടികൾ വന്നിട്ട് ഈ പാട്ടങ്ങ് പാടും. ഇവർക്ക് അത് നോൺ സ്റ്റോപ്പ് പാട്ടാന്ന് പോലും ആർക്കും ഓർമ്മല്ല. അപ്പൊ നമ്മക്ക് ഭയങ്കര ഒരു മാഷപ്പിലാണ് വരിക ശരിക്കും. മധുഹിലും ആ മത്സരത്തിൽ അത് വന്നാൽ നമ്മൾ മൈനസ് ആണല്ലോ. പക്ഷെ ഇപ്പൊ മാഷപ്പ് മത്സരം എന്ന് പറഞ്ഞിട്ട് നമ്മളെ സ്ഥാപനങ്ങളിലൊക്കെ മത്സരം ഉണ്ടാവാതെ അതിൽ പെടുത്താം. പക്ഷെ നമ്മളിപ്പോ സിംഗിൾ ആയിട്ട് ഒരു മധുഗാന മത്സരമാണെങ്കിൽ അതിൽ നമ്മൾ മൈനസ്. ഞാൻ പറയുന്നത് വെച്ചാൽ മത്സരത്തിന് പോകുന്ന കുട്ടികളെ രക്ഷിതാക്കൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന വെച്ചാൽ കുട്ടി പാടുന്ന പാട്ട് നമ്മളെ അടിസ്ഥാനത്തോട് അല്ലെങ്കിൽ നിയമത്തോട് നീതി പുലർത്തുന്നതാണോ ആളുകൾ ഇപ്പൊ നാട്ടിലൊക്കെ ഉണ്ട്. അവരുമായിട്ടൊന്ന് ബന്ധപ്പെട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ തന്നെ ഈ വജ്ര ജൂബിലി ഫെലോഷിപ്പിന്റെ ഒരു സംഭവം പറയുകയാണെങ്കിൽ ഞങ്ങളെ സർക്കാർ ശമ്പളം തന്ന് ഇതിനായിട്ട് ആക്കിയതാണ് എന്ത് മാപ്പിളപ്പാട്ടുകളെ കുറിച്ച്. ഞങ്ങൾ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ക്ലാസ് എടുക്കാറുണ്ട്. പക്ഷേ കുറേ ആളുകളൊന്നും നമ്മളെ ഈ സർക്കിളിലെ ആളുകളൊന്നും ഇത് ഉപയോഗപ്പെടുത്തുന്നില്ല. അതൊരു സത്യമല്ലേ? അത് അപ്പോൾ ഇൻഷാല്ലാ ഞാൻ ഉപയോഗപ്പെടുത്തിയവർക്ക് അതിന്റെ ഗുണമുണ്ടായിട്ടുണ്ട്. കേരളോത്സവമാണെങ്കിലും മറ്റ് കലോത്സവങ്ങളൊക്കെ ഞാൻ ഇൻഷാല്ലാ യാസിർ ഖാന്റെ നമ്പർ ഒന്ന് നമ്മളെ വീഡിയോയിൽ കൊടുക്കും. കുഴപ്പമില്ലല്ലോ, പറ്റുന്ന ആളുകൾക്ക്. അതെ, നമുക്ക് ഇതിനെ പറ്റി പറഞ്ഞു കൊടുക്കാൻ. അതുകൊണ്ടാണ് ഞാൻ യാസിർ ഖാനോ ഫസ്റ്റ് എപ്പിസോഡ് രണ്ടാമത്തെ എപ്പിസോഡ് യാസിർ ഖാൻ തന്നെ കൊണ്ടുവന്നത്. കാരണം അദ്ദേഹം ഒരു പ്രതിഫലവും ആഗ്രഹിക്കാതെ ഈ കലാമേഖലയിൽ എന്ത് ഹെൽപ്പ് ചെയ്യാനാണെങ്കിലും ഒരു വല്ലാത്തൊരു ഒരു എന്താ പറയുക, ഭയങ്കര ഒരു ക്രേസാണ് മൂപ്പർക്ക് ഇതിനോട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇൻഷാല്ലാ നമ്മൾ യാസിർ ഖാനെ ഈ ഒരു എപ്പിസോഡിൽ രണ്ടാമത്തേൽ നമ്മൾ ചൂസ് ചെയ്തത് ഇൻഷാല്ലാ. അപ്പോൾ ഇനി അടുത്ത എൻ്റെ ഒരു ചോദ്യം എന്താ വെച്ചാൽ, നേരത്തെ നമ്മൾ പറഞ്ഞു തനത് മാപ്പിളപ്പാട്ട് എങ്ങനെയാണ് തിരഞ്ഞെടുക്കേണ്ടത്, എന്താണ് അതിൻ്റെ നിയമം ഒക്കെ മനസ്സിലായി. അപ്പോൾ നേരത്തെ ഞാൻ ചോദിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, സാധാ കുറേ പാട്ടുകളുണ്ട്. ഫസ്റ്റ് എപ്പിസോഡ് പറഞ്ഞ ഒളിവർ ബിലാലിൻ ത്യാഗത്തിൻ കഥ, കരയാനും പറയാനും, അതുപോലെ ആറ്റൽ നബിയുടെ മകൾ ഫാത്തിമ, കണ്ണീരിൽ മുങ്ങി ഞാൻ, അങ്ങനത്തെ ഒരുപാട് പാട്ടുകളുണ്ട്. ഇതൊക്കെ ശരിക്കും മാപ്പിളപ്പാട്ട് തന്നെയാണോ, അല്ലെങ്കിൽ ഈ പാട്ട് ശരിക്കും എന്താണ്? നിങ്ങൾ നേരത്തെ ഒരുപാട് ശാഖകൾ പറഞ്ഞു, ഭക്തിഗാനം, മറ്റേ മധുഗാനം, കത്തുപാട്ട്, അത്തരത്തിലുള്ള ഒരുപാട് ഗാനങ്ങളുണ്ട്. പക്ഷെ ഇങ്ങനത്തെ പാട്ടുകളൊക്കെ ശരിക്കും മാപ്പിളപ്പാട്ട് തന്നെയാണ്, അല്ലെങ്കിൽ മാപ്പിളപ്പാട്ട് എന്ന് പറഞ്ഞാൽ മൊയ്ൻകുട്ടി വൈദ്യരെ പോലുള്ള തനത് രചനകൾ മാത്രമാണ്? അല്ല, മാപ്പിളപ്പാട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം, ഒരുപാട് കോമഡി വിഷയങ്ങളായിട്ടുള്ള മാപ്പിളപ്പാട്ടുകൾ വരെ വന്നിട്ടുണ്ട്. ആറ്റു നോറ്റു ഞാൻ കൊണ്ടോട്ടി നേർച്ച കാണാൻ പോയി, ഏറ്റവും മൂറ്റം കൊള്ളും കാഴ്ച കണ്ടിട്ട ജബായി, ഇതിലേടാ ഇത് അത് ഒരു എന്താ പറയുക, അത് ക്രിയേറ്റ് ചെയ്ത ഒരു സാധനമാണ്. ഞാനിങ്ങനെ നേർച്ചക്ക് പോയി അത് കണ്ടുപോന്ന് അങ്ങനെയൊക്കെ ഉള്ള എന്താ പറയുക, അങ്ങനത്തെ വിഷയങ്ങൾ എന്ത് ചെയ്തിട്ട് മാപ്പിളപ്പാട്ടിൽ രചനയായിട്ട് വന്നിട്ടുണ്ട്. അതെ, ജയിലിൽ കുത്തുബുഷുഹതാക്കളിലും വന്നാർ, അത് ശരിക്കും വെച്ചാൽ മത്സരത്തിൽ പെടുത്തിയിട്ടുള്ള പാട്ടുകൾ തന്നെയാണ്. അത് അതുകൊണ്ട് സംസ്കൃത വമകരി, ഇതൊക്കെ ട്രഡീഷണൽ ലെവലിൽ വരുന്ന ആകെ ചുറ്റിലത്തിലൊക്കെ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇതും മാപ്പിളപ്പാട്ടിൽ പെട്ട വേറൊരു മേഖല? അതെ, മാപ്പിളപ്പാട്ട് തന്നെയാണ്. ഇപ്പോൾ എന്ന് വെച്ചാൽ ഒരു മരം എങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഒരു മാപ്പിളപ്പാട്ട് എന്ന മരം, അതിൻ്റെ ഓരോ കൊമ്പുകളാണ് ഭക്തിഗാനം, മൈലാഞ്ചി പാട്ടുകൾ, മധു ഗാനങ്ങൾ, ചരിത്ര ഗാനങ്ങൾ, അങ്ങനെ അത് തന്നെ ഒക്കെ ഒന്ന് തന്നെ. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ എല്ലാം വളരണം അല്ലേ? എല്ലാം തീർച്ചയായിട്ടും, എല്ലാത്തിനും അതിൻ്റെതായ പ്രാധാന്യം കൊടുക്കും. ചില ആളുകൾ മാപ്പിളപ്പാട്ട്, ഇപ്പം തനത് നമ്മളെ മൊയ്ൻകുട്ടി വൈദ്യരെ തനത് ട്രഡീഷണൽ പാട്ടുകൾ പറയും, അത് വേണ്ട, ഒഴിവാക്കണം, കലോത്സവത്തിൽ നിന്നൊക്കെ മാറ്റണം എന്ന് പറഞ്ഞ കുറേ ടീമുണ്ട്. പക്ഷേ ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊരു പൈതൃകമാണ് നമ്മളെ കേരളത്തിനെ സംബന്ധിച്ചോളം. പ്രത്യേകിച്ച് മലബാർ ഏരിയയിലാണ് ഇത് വളർന്നു വന്നെങ്കിലും ഇപ്പം ലോകം ചർച്ച ചെയ്യുന്ന ഒരുപാട് PhD വിദ്യാർത്ഥികളൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഈ തനത് മാപ്പിളപ്പാട്ട്. അപ്പോൾ അതൊരു ഭാഗത്ത് വളരണം, അതേപോലെ നമ്മൾ ഇത്തരത്തിലുള്ള ചരിത്രഗാനങ്ങളും മറ്റുള്ള ഗാനങ്ങളൊക്കെ വളരണം. അപ്പോൾ ഇതും മാപ്പിളപ്പാട്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ മത്സരത്തിന് പോകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള തനത് മാപ്പിളപ്പാട്ടാണ് അത് പരിഗണിക്കപ്പെടാറ്, പൊതുവേ കലോത്സവങ്ങളിലും ഇത്തരത്തിലുള്ള മത്സരങ്ങളൊക്കെ. അതെല്ലാവരും ശ്രദ്ധിക്കുക ഇൻഷാ അല്ലാ. പിന്നെ കൂടുതൽ കാര്യങ്ങൾ ഇൻഷാ അല്ലാ നമുക്ക് അടുത്ത എപ്പിസോഡുകളിലൊക്കെ കൂടുതൽ ആളുകളായിട്ട് ഇൻ്റർവ്യൂകളൊക്കെ നടത്താം ഇൻഷാ അല്ലാ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ പരിപാടി നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. യാസിർ, ഏതെങ്കിലും ഒരു തനത്
മാപ്പിളപ്പാട്ടിൻ്റെ ഒരൊറ്റ പല്ലവി മാത്രം ഒന്ന് പാടി നമുക്ക് അങ്ങ് തീർത്താലോ? തനത് മാപ്പിളപ്പാട്ടിലെ അല്ല, ഹസൻകുട്ടി എന്ന് പറഞ്ഞ ആള് ഇത് പതിപലതിലും ഒരു യേശുദാസാണത് റെക്കോർഡിംഗ് കൊണ്ടൊക്കെ പാടിയിട്ടുള്ളത്. പല്ലവി പാടിയിട്ട് നമുക്ക് പതിപലതിലും തൂതിയേറും മക്കമിൽ മുക്കിയ ഇടമില വടിവിനിലുടയവൻ പഠിത്തുള്ള നബിയുള്ള കല്യാണമേ പാത്താളമകമീലിരുന്ന് നബി മധുഹുരയുവൻ ഹൃദില മറുതിയ തുറജിത ഫറുദവ ഹബീബുള്ള കല്യാണമേ. നബി തങ്ങളെ തൃക്കല്യാണം സ്വർഗത്തിൽ നടക്കുന്ന തൃക്കല്യാണത്തെ കുറിച്ച് ചെയ്തിട്ടുള്ള ട്രഡീഷണൽ, അതായത് നിയമങ്ങളൊക്കെ പാലിച്ച് മത്സരങ്ങളിൽ പാടാൻ പറ്റിയൊരു പാട്ടും കൂടിയാണ്. ഞാൻ കൊടുത്തിട്ടുണ്ട് എത്ര ആൾക്ക് ആ പാട്ട്. ഇൻഷാ അല്ലാഹ്. ആയിക്കോട്ടെ, ഇൻഷാ അല്ലാഹ്. നമ്മുടെ രണ്ടാമത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അസ്സലാമു അലൈക്കും.